ഭൂമിയിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പിന്റെ ഫോസിലുകൾ ഇന്ത്യയിൽ നിന്നാണ് കണ്ടെത്തിയത്. അവിശ്വസനീയമായ ഭീമൻ വാസുകി ഇൻഡിക്കസ്. ഇതൊരു കഥയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു അതിഭീമൻ പാമ്പിന്റെ കഥ. അതെ, ആമസോൺ കാടുകളിലെ അനക്കോണ്ടയേക്കാളും ഹോളിവുഡ് സിനിമകളിലെ ഭീമൻ പാമ്പുകളേക്കാളും വലുപ്പമേറിയ ഒരു സർപ്പരാജാവിന്റെ കഥ. കച്ച് മരുഭൂമിയിലെ നിധി. ഇന്ത്യയിലെ ഗുജറാത്തിലെ കച്ച് ജില്ല ഇന്ന് വരണ്ട മരുഭൂമി പോലെ തോന്നുമെങ്കിലും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പച്ചപ്പും ചതുപ്പുകളും നിറഞ്ഞ ഒരു പ്രദേശമായിരുന്നു. 2005-ൽ പനന്ത്രു ലിഗ്നൈറ്റ് ഖനിയിലെ തൊഴിലാളികൾ പതിവ് പോലെ ജോലി ചെയ്യുന്നതിനിടെയാണ് ആ കാഴ്ച കണ്ടത്. കറുത്ത പാറകൾക്കിടയിൽ മറ്റെന്തോ വലിയ ജീവിയുടെ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങൾ. ആദ്യം ഇതൊരു ഭീമാകാരമായ മുതലയുടെയോ മറ്റോ അവശിഷ്ടമായിരിക്കാം എന്നാണ് അവർ കരുതിയത്. വർഷങ്ങൾക്കിപ്പുറം ശാസ്ത്രജ്ഞർ ഈ ഫോസിലുകൾ പഠിക്കാൻ തുടങ്ങി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ IIT ഗവേഷകർക്ക് മുന്നിൽ ആ രഹസ്യം പതിയെ ചുരുളഴിഞ്ഞു. അവശിഷ്ടങ്ങൾ മറ്റൊരു ജീവിയുടേതുമായിരുന്നില്ല, അത് ഒരു പാമ്പിന്റെ നട്ടെല്ലുകളായിരുന്നു. സർപ്പരാജാവിന്റെ വലുപ്പം. അവർ കണ്ടെത്തിയത് 27 നട്ടെല്ലുകളാണ്. ഓരോന്നിനും കൈത്തലത്തോളം വലുപ്പമുണ്ടായിരുന്നു. ഈ നട്ടെല്ലുകൾ കൂട്ടിച്ചേർത്ത് വലുപ്പം കണക്കാക്കിയപ്പോൾ ശാസ്ത്രലോകം ഞെട്ടി. ഈ ഭീമൻ പാമ്പിന് 11 മീറ്റർ മുതൽ 15 മീറ്റർ വരെ നീളമുണ്ടായിരുന്നിരിക്കാം. അതായത് നമ്മുടെയൊക്കെ സ്കൂൾ ബസിനേക്കാൾ നീളം. ഭാരം ഏകദേശം 1 ടൺ, 1000 കിലോഗ്രാം. ഇന്നത്തെ ഏറ്റവും വലിയ പാമ്പായ റെറ്റിക്കുലേറ്റഡ് പൈത്തണിന്റെയോ അനക്കോണ്ടയുടെയോ ഇരട്ടിയിലധികം വലിപ്പം. അങ്ങനെ ഭൂമിയിൽ ഇതുവരെ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ പാമ്പുകളിലൊന്നിനെയാണ് ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് കണ്ടെത്തിയത്. ഈ ഭീമാകാരനായ പാമ്പിന് ശാസ്ത്രജ്ഞർ നൽകിയ പേര് അതീവ കൗതുകകരമാണ്: വാസുകി ഇൻഡിക്കസ്. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മുടെ പുരാണങ്ങളിൽ ശിവഭഗവാന്റെ കഴുത്തിൽ ചുറ്റിക്കിടക്കുന്ന സർപ്പരാജാവായ വാസുകിയുടെ പേരാണ് ഈ പാമ്പിന് നൽകിയത്. ഇൻഡിക്കസ് എന്ന പേര് ഇത് ഇന്ത്യയിൽ കണ്ടെത്തിയതിനെയും സൂചിപ്പിക്കുന്നു. നമ്മുടെ പുരാണങ്ങളിലെ ഐതിഹ്യങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വന്നതുപോലെ. വാസുകിയുടെ ജീവിതം. ഏകദേശം 47 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ്, അതായത് മധ്യ ഇയോസീൻ കാലഘട്ടത്തിലാണ് വാസുകി ഇൻഡിക്കസ് ജീവിച്ചിരുന്നത്. അന്നത്തെ കച്ചിലെ ചൂടുള്ള ഈർപ്പമുള്ള ചതുപ്പുനിലങ്ങളായിരുന്നു വാസുകിയുടെ വാസസ്ഥലം. ഇത്രയും ഭീമാകാരനായതുകൊണ്ട് വാസുകി ഇന്ന് കാണുന്ന പാമ്പുകളെപ്പോലെ വേഗത്തിൽ ഇഴഞ്ഞു നടക്കുന്ന ഒരു വേട്ടക്കാരനായിരുന്നില്ല. മറിച്ച് അവൻ വെള്ളത്തിനരികിലുള്ള ചെളിയിലും മറവുകളിലും ഒളിഞ്ഞിരിക്കുന്ന കുഴിയിലെ വേട്ടക്കാരനായിരുന്നു. ആംബുഷ് പ്രഡേറ്റർ. വെള്ളം കുടിക്കാനോ പുല്ല് മേയാനോ വരുന്ന വലിയ മുതലകളോ മറ്റ് ഭീമൻ ജീവികളോ ആകണം വാസുകിയുടെ പ്രധാന ഭക്ഷണം. അവന്റെ ഭീമൻ ശരീരം ഇരയെ ചുറ്റിവരിഞ്ഞ് ഞെരുക്കിക്കൊല്ലാൻ കോൺസ്ട്രക്ഷൻ കഴിവുള്ളതായിരുന്നു. ഈ കണ്ടെത്തൽ ലോകത്തിന് കാണിച്ചുകൊടുത്തത് ഇന്ത്യയുടെ മണ്ണിനടിയിൽ എത്രയെത്ര അത്ഭുതങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ്. ഭൂതകാലത്തിന്റെ നിശബ്ദമായ താളുകളിൽ നമ്മുടെ മണ്ണ് ഒളിപ്പിച്ചുവെച്ച ഒരു സർപ്പരാജാവിന്റെ കഥ. വാസുകി ഇൻഡിക്കസ് എന്ന ഭീമൻ പാമ്പിനെക്കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ ഇൻഫോർമേറ്റീവ് ഉള്ളടക്കങ്ങൾ ലഭിക്കുന്നതിനായി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.